ഇത് പത്തപ്പം മേടിക്കാൻ വന്നാലും എത്ര നാളായി ഓഫർ തുടങ്ങിയിട്ടാ? ഞാൻ എൻ്റെ പൊന്ന് പറയണ്ട, ഞാനൊരു 18 വയസ്സിൽ തുടങ്ങിയത് അവിടെ ഒരു മാടത്തിൽ. 18 വയസ്സിൽ ചായക്കടയാണോ? പുള്ളിക്കാരന് ചായക്കടയായിരുന്നു. അവിടുന്ന് 2 പിള്ളേർ ഉണ്ടായി. അങ്ങനെ അവിടെ നിന്ന് പിള്ളേർക്ക് ഒരു 1.5-2 വയസ്സൊക്കെ ആയപ്പോൾ മുതൽ അന്നൊക്കെ അരി അരയ്ക്കുക. അങ്ങനെ അരച്ച് ചേർപ്പെടുത്തി ഇതൊരു 2 സെൻറ്റ് വാങ്ങിച്ച് കെട്ടിടം പണിത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഞ്ചവത്സര പദ്ധതി പോലെയാണ് പണത്. 17,000 രൂപ ബാങ്കിൽ നിന്ന് എടുത്ത്, ഹൗസിംഗ് ബോർഡിൽ നിന്ന് എടുത്തിട്ട് അത് 30 മാസം കൊണ്ട് അടച്ചു തീർത്തു. ആധാരം നന്നായിട്ട് പറഞ്ഞ് ചോദിച്ചു, എപ്പോൾ അമ്മയ്ക്ക് എപ്പോൾ വന്നാലും ലോൺ വേണമെങ്കിൽ തരാം, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ ഒരു നിവൃത്തിയില്ല, ഞങ്ങളുടെ ജീവിതം അത്ര മടുത്ത് കിടക്കണതാണ്. അമ്മയ്ക്ക് എപ്പോൾ വേണേലും ഈ ആധാരം കണ്ടും കൊന്നല്ല, ആരും ജാമ്യം വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഒരു കുടിശ്ശിക പോലും വരുത്തിയിട്ടില്ല. 5 രൂപ വരെ കുടിശ്ശിക ഉണ്ടായിരുന്നു. തീരുമ്പോൾ അവസാന നിമിഷം ഒരു 10,000 രൂപ അവിടെ അടുത്തൊരു വീട്ടിലൊരു എന്നോട് പോയി വായ്പ മേടിച്ച ആധാരം മേടിക്കാൻ. അങ്ങനെ ഇത്രയും പണിത് കഴിഞ്ഞ് പിന്നെ അപ്പുറം നമ്മുടെ ബിൽഡിംഗ് ആണത്. സ്വന്തം പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ മോളി ഇത് ഈ പാത്രം കൊണ്ട് കഴുകി 1 രൂപ ഒരു കൂടപ്പുറപ്പുമാരോ ആരും അയച്ചിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്ത കഷ്ടപ്പെട്ട്. എത്ര നാള് ചായക്കട നടത്തി? 53 വർഷമായി. ഇന്നും ദൈവം എനിക്ക് ഒരു നേരത്തെ കഞ്ഞിക്ക് മുട്ട് വരുത്തിയിട്ടില്ല. അതിനുള്ളതൊക്കെ പണിയുന്നുള്ളൂ, ഇപ്പം അതേ പറ്റുള്ളൂ. കഞ്ഞി മരുന്ന് ഒത്തിരി വേണം. ഉച്ചയ്ക്ക് ചോറുണ്ടോ അവിടെ? ആ ഉണ്ട്, കുറച്ച് പേർക്ക്. മരുന്ന് രാവിലെ 10 ഗുളിക ഇഞ്ചക്ഷൻ ഉണ്ട്. അതിലാണ് നിൽക്കുന്നത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ. 3 ഗുളിക ഉച്ചയ്ക്ക്, വൈകിട്ട് 6 ഗുളിക ഇഞ്ചക്ഷൻ. തന്നെയാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? ഈ വറപൊരിയൊക്കെ തന്നെയാണോ? ഇന്ന് എത്ര കൂട്ടം കടി ഉണ്ടാക്കി? ഇന്ന് പരിപ്പോടെയും ഉഴുന്നോടെയും പോണ്ടായി. പഴയ ഇരിപ്പുണ്ട് എടുത്ത് ബോളി ഉണ്ടാക്കാനായിട്ട്. തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്? പിന്നെ അല്ലാണ്ട് ഞാൻ കുഞ്ഞിലെ മുതൽ പഠിച്ചതല്ലേ, അതിന് ബുദ്ധിമുട്ടില്ല സാറേ. എനിക്ക് ഒരു പണിയില്ല. തീരെ അവസരം വന്നെങ്കിൽ മാത്രമേ ഞാൻ എണീക്കാണ്ടിരിക്കുള്ളൂ. എണീറ്റ് വന്നാൽ പിന്നെ എനിക്ക് മെനക്കേടില്ല. രാവിലെ എപ്പോൾ തുടങ്ങും? രാവിലെ ഞാനൊരു 6:30 ആകുമ്പത്തന്നെ വരുള്ളൂ. അവൾ 5 മണിയാകുമ്പോൾ എണീറ്റ് പോകും. മകള് സ്വന്തം മോളാണോ? സ്വന്തം മോളാ. എൻ്റെ മകനില്ല, അത് കാരണം സ്വന്തം മോളാ. കറി ഒക്കെ ആക്കി പിന്നെ നമുക്ക് തുടങ്ങും. ചായ എടുക്കാൻ 2 പേരോടെയാണോ ഈ ചായക്കട രണ്ടും കുടിക്കുന്നത്? കടം ചോദിച്ചു വരാറുണ്ടോ ആരെങ്കിലും? കട ഇഷ്ടംപോലെ പോകുന്നുണ്ട് സാറേ. കടം കൊടുക്കുവോ? പിന്നെ എന്നെ നമുക്ക് കിട്ടുന്നുള്ളവർക്ക് കൊടുക്കും. അതെയോ? കിട്ടുന്നുള്ളവർക്ക്. അല്ലാണ്ട് തിരിച്ചു ചോദിക്കാനുള്ള കടം തിരിച്ചു ചോദിക്കാറില്ലെന്ന് എനിക്ക് തോന്നുന്നത് മോൻ കണ്ടിട്ട്. ചോദിക്കല പണം തരുവോ? ഇപ്പൊ സാർ എനിക്ക് ഒരു 2,000 രൂപ ചായച്ചിട്ട് തരാനുണ്ടെങ്കിലും 4 വഴികളൊക്കെ അത് ഒറ്റയ്ക്ക് അവർ അവസരം മുതലാക്കിയവരുണ്ടോ? പൈസ തരാതെ എന്നാലും എല്ലാം തമ്പുരാൻ തരുമല്ലേ? ആ ഒരു വിശ്വാസമുണ്ട്. ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാറുണ്ടായിരുന്നോ? അതിനൊക്കെ ആരുടെ ഓപ്പറേഷൻ നല്ലത് 18 ബ്ലോക്കായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ ബെൽറ്റ് നട്ടലിനാലിച്ച, പിന്നെ ബെൽറ്റ് തലയാണ് 2 കാലിലും ബെൽറ്റ്. എവിടുന്ന ഈ ആത്മവിശ്വാസം മൊത്തം കിട്ടിയേ? ആത്മവിശ്വാസം നമുക്ക് ദൈവമേ, വേറെ ആരുമില്ല. മകനുണ്ടായിരുന്നു, മരിച്ചുപോയി. എന്ത് പറ്റി മോനെ? മോന് സുഖമില്ലായിരുന്നു, കാറ്റിന് കംപ്ലൈൻ്റ് ആയിരുന്നു. അച്ചായിക്കും അങ്ങനെയായിരുന്നു. എത്ര വയസ്സപ്പം മരിച്ചേ? അച്ചായി 2001 മരിച്ചു. മകൻ 2015. മോന് എത്ര വയസ്സുണ്ടായിരുന്നു? മോന് 49 കഴിഞ്ഞു. അമ്മയ്ക്ക് മക്കൾ എത്ര വരാൻ? 2 പേര്. ഇനി ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ പെണ്ണ ഇന്നലെ വന്ന് വെരിവിച്ച് ഇട്ടുകൊണ്ട് പോയെന്ന് പറഞ്ഞില്ലേ? എന്തോ സാറ് പറഞ്ഞല്ലേ ഒരു വെരിഫിക്കേഷൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. മുമ്പേ എവിടെ വന്നത് ഒരു പോലീസുകാരനാണ്. അവരെവിടെയാ താമസിക്കുന്നത്. അങ്ങനെ പിന്നെ അങ്ങ് കഴിഞ്ഞു കൂടും. ഇത് ഒന്ന് നിന്ന് പോയാൽ തീർത്തിട്ടില്ല എൻ്റെ കാര്യം നോക്കാം. ഗുളിക എന്തോരം മേടിച്ചാലെന്നറിയോ? ഒരു ഗുളികയ്ക്ക് 14 രൂപ തന്നെയുള്ളോ? ബ്ലഡ് കട്ടയാണ്ടിരിക്കുന്നത്, ബ്ലോക്ക് വലുതാ. 2 ബ്ലോക്ക് വലുതാകാണ്ടിരിക്കാനുള്ളത്. കട അടച്ചിടാറുണ്ടോ? അടച്ചിടാറുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരിടത്ത് മരിച്ചെടുത്ത് പോകുമ്പോൾ അടച്ചിട്ട് പോകില്ല, അല്ലാതെ അടയ്ക്കാറില്ലല്ലേ? നല്ലൊരു സർവീസ് അവിടുന്ന് കൊടുക്കുന്ന പറഞ്ഞു. ഞങ്ങൾക്ക് ഈ വറവരിയൊക്കെ കഴിച്ചപ്പോഴത്തേനും ഒത്തിരി ഇഷ്ടമായി.
പരിപ്പൊടിയും അതുപോലെ തന്നെ ഉള്ളിവടയും എല്ലാം നല്ലതാണ്. അമ്മച്ചിയുടെ കൈപ്പുണ്യം എന്നൊക്കെ പറയാനല്ലേ? അതെയാ, അല്ല തിരിയേ അമ്മച്ചിയുടെ കൈപ്പുണ്യം അല്ലേ? അതെ, വർഷങ്ങളുടെ പാരമ്പര്യം. അങ്ങനെ വന്ന് ഫുഡൊക്കെ കഴിച്ചവർ പറയാറുണ്ടോ? ഫുഡൊക്കെ കഴിച്ചവർ പറയാറുണ്ടോ നല്ല ടേസ്റ്റാണെന്ന് പറയാറുണ്ടോ? പറയും. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലേ? മനസ്സിനൊരു സന്തോഷമുണ്ട്. എനിക്ക് വലിയ സന്തോഷം കിട്ടിയില്ലേലും എന്റെ മനസ്സിനൊരു സന്തോഷമുണ്ട്. അതാണ് ആ വർത്തമാനം കേൾക്കാനായിട്ടാണ് ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലേ? സീരിയൽ കാണും തോന്നുന്നല്ലേ? സീരിയല് ഞാനിങ്ങനെ സംഭാഷണം കേട്ടോണ്ട് പണിയെടുത്തോണ്ട് അതെ, സീരിയല് എല്ലാം വിട്ട് കളയാനും തോന്നുന്നു. പകലുള്ളത് പകല് കാണും, രാത്രിയിലുള്ളത് ഈ പണിയെടുത്തോണ്ട് 9 ആകും കയറി പോകുമ്പോ. അപ്പം ഇന്ന് തീർന്നു പോയ സീരിയൽ നാളെ അതിന്റെ ബാക്കി എന്നാന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. കണ്ടുണ്ടായി കണ്ടു, ഇല്ലെങ്കിൽ ഇല്ല. നമുക്ക് പണിയാണോ പ്രധാനം. സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുക്കണ്ടേ. പേരനാ ഓമന. ഇപ്പൊ എത്ര കൊല്ലമായി ബിസിനസ് തുടങ്ങിയിട്ട്? അങ്ങനല്ലേ, 53 വർഷമായി ഇത് തുടങ്ങിയിട്ട്. 53 വർഷം. 75 വയസ്സായി. 75 വയസ്സായി. 78 കഴിയുക. അന്ന് മുതൽ ഇന്ന് വരെ ഒരു മുടക്കം ചെയ്തും വരച്ചിട്ടില്ല. ചേട്ടനായിട്ട് തുടങ്ങിയ ബിസിനസ് ആണോ? ആ, ചേട്ടനായിട്ട് ഞാൻ വരുമ്പോ ഉണ്ട്. ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരുമ്പോ ഉണ്ട്. അന്നൊരു ഒറ്റക്കടയായിരുന്നു. ചെറിയ കടയായിരുന്നു അല്ലേ? പിന്നെ അത് ദൈവം എനിക്ക് പ്രാർത്ഥിച്ച് ദൈവം എനിക്ക്. സ്വന്തം നാട് എവിടെയാ? എൻ്റെ വീട് ഇവിടെ അമ്മ വീട്ടിൽ നിന്നാണ് ഞാൻ വളർന്നത്. അച്ഛനില്ല, അച്ഛൻ കുഞ്ഞില്ല, ഞാൻ ഉണ്ടാകുന്ന പോയിട്ട് അങ്ങനെയാണ്. കോവിഡൊക്കെ വന്ന സമയത്ത് ഉണ്ടായിരുന്നോ അമ്മേ? അതെയോ? കോവിഡുള്ള സമയത്ത് കടയൊന്നും അടച്ചിട്ടില്ലേ? അടച്ചിട്ടില്ല. അവര് വരുമായിരുന്നു, എന്നും തന്നെ വരുമായിരുന്നു. എന്നും തന്നെ വന്ന് അന്വേഷിച്ച് വരുമ്പോ പുറത്തെത്തി. പിന്നെ അവിടെ വന്നിട്ട് ആരും അതുപോലെ തന്നെ ഇറങ്ങിപ്പോകും. ഒത്തിരി നേരം ഇരിക്കൊന്നുമില്ല. ഞാൻ അവിടെ നിന്നോട്ടൊരു കാര്യമുണ്ട്. സാറന്മാർ 2-3 പ്രാവശ്യം വന്നു. ഞാൻ പറഞ്ഞു, എന്നെ കൊന്നു സാറേ, എന്നെ നിർത്തിച്ചാൽ എനിക്ക് വേറെ വർഷമില്ല. അവര് തന്നെ വേറെ അടയ്ക്കാൻ പറ്റിയില്ല. അപ്പൊ അവര് സന്തോഷമുണ്ട്. എല്ലാരും കട അടച്ചിട്ടപ്പോ എന്താണല്ലോ അമ്മയ്ക്ക് കച്ചവടം ചെയ്യാൻ പറ്റിയില്ലേ? ഭർത്താവും മരിച്ചു, ഒരു മകനുണ്ടായിരുന്നോ മരിച്ചുപോയി. പിന്നെ ഞാൻ ഈ പാത്രം കഴിയുമെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. മരുന്നും ഇതൊക്കെ ആയിട്ട് ഞാനങ്ങനെ കഴിയണതാണ്. അതുകൊണ്ട് എപ്പോഴും ചിരിച്ച് സന്തോഷിച്ച മുഖമായിട്ടാണോ കസ്റ്റമേഴ്സിനെയൊക്കെ ഡീൽ ചെയ്യുന്നത്? അല്ല തിരിയേ, അത് തന്നെ അത് തന്നെ ഈ ചിരി കാണാനായിട്ട് തന്നെ അല്ലേ? നല്ല രീതിയിൽ സർവീസ്. അമ്മയുടെ ചിരിച്ച സന്തോഷത്തോടു കൂടിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആവുമ്പോഴത്തേനും ഭക്ഷണത്തിനും അതുപോലെ ചായക്കും ഒന്നോട്ട് രുചി കൂടും. അതെയോ? വിശ്വാസിയാണോ? ഒന്നേ ഉള്ളൂ. എപ്പോഴാ ഇനി ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴാ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നത്? ഞാൻ ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഞാൻ കിടക്കുന്ന മുറിയിലുണ്ട് ദൈവങ്ങള്. പ്രാർത്ഥിക്കും. രാവിലെ എണീറ്റ് പോരുമ്പം തിരി കത്തിക്കും, പ്രാർത്ഥിക്കും. അപ്പൊ ഈശ്വരന്മാരായി ധൈര്യം മൊത്തം തന്നെ. അതിനകത്ത് സംശയം എന്നാ ഇത്രയും ഗുളിക കഴിച്ചിട്ടും പറന്ന് നിൽക്കുന്നേ. ഉച്ചക്ക് വിശ്രമമൊന്നും ഇല്ല? വിശ്രമമില്ല. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം അല്ലേ അമ്മേ? എന്തോ ഒരു ജാതിനെ എനിക്ക് വ്യത്യാസമില്ല. എല്ലാ ജാതിയും ഒരുപോലെ. അതെ, നമ്മുടെ കടയിൽ തന്നെ എത്ര എന്തേലും ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരു കാരണവർ വന്നിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞ് അതിന് ചായ ആറ്റി പെറുക്കി വെള്ളത്തിൽ ചൂടാറ്റി കൊടുത്ത് അപ്പം വെയിറ്റിലും മുറിച്ചിട്ട് ചാറ് വെച്ച് സ്പൂണുകൾ കൊണ്ട് കൊടുക്കും. ചായ പാതി വീതം 2 ഗ്ലാസ്സിൽ കൊണ്ട് കൊടുക്കും. കുറച്ച് ഒരു കൈക്ക് താങ്ങി അതിന് നെയ്യ് വെച്ച് വെച്ച് കൊടുത്തിട്ട് അസ്ഥിയാണ് മേളാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നാളെ ആ അവസ്ഥയാകുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചിരിക്കുക. അതാ നമ്മൾ ചിന്തിക്കണേ. ഇന്ന് ഏറ്റെടുക്കുന്ന പണിയെടുക്കണം അല്ല നമ്മൾ ചിന്തിക്കണേ. നാളെ നമ്മളും അതുപോലെ ആവും.
ഒന്നും